അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ വരുമെന്ന ഹദീസ് അത് സ്വഹീഹാണ്. അതുകൊണ്ട് അത് ശിർക്കാണോ അനുവദനീയമാണോ? മുസ്ലിം ഇതുവരെ പറഞ്ഞപ്പോ എന്താണ്? ഞാനും നിങ്ങളും അപ്പാണ് തെളിവാക്കിയാണ് പോയി ചെയ്താൽ ശിർക്ക് തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഈസാ നബി ശിർക്കാണോ? ഒരിക്കലുമല്ല. ഏതുപോലെ ഖിദ്ർ ഇസ്ലാം കൊന്നത് ഹറാമല്ല. ഖിദ്ർ ഇസ്ലാത്തു വസ്സലാം കുട്ടിയെ കൊന്നു, ഹറാമാണോ? അല്ല. നിങ്ങൾ പോയിട്ട് ഒരാളെ കൊല്ലുന്നത് ചോദിക്കുക, ഇത് ഹറാമാണോ? നിങ്ങൾ അത് ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൊന്ന ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിനായുള്ളത് എന്നതുപോലെ തന്നെ എല്ലാം അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ അമ്പിയാക്കന്മാരെ മുഴുവൻ നമുക്ക് കിട്ടുന്ന വാശി പിടിച്ചിട്ട് വലിയ കാര്യമുണ്ട്, അത് നടക്കൂല. അതേസമയം അത് തെളിവാക്കാൻ അതാ ഞാൻ പറഞ്ഞ നിങ്ങളല്ലാത്ത ലോകത്ത് ഒരു പണ്ഡിതന്റെ ഒരു കിതാബുകൾ പറഞ്ഞാൽ മതി, ഞാൻ അംഗീകരിക്കുന്നത്. ഒരു പണ്ഡിതൻ ലക്ഷക്കണക്കിന് കിതാബുണ്ടല്ലോ, ലക്ഷക്കണക്കായ ആലിമീങ്ങൾ അഹ്ലു സുന്നക്കുണ്ട്, ലക്ഷക്കണക്കായ കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ആലിമീങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നിങ്ങൾ തെളിവാക്കിയതുപോലെ തെളിവാക്കിയ ഒരാളെ നിങ്ങൾ പറയും, ഒരാളെ ഒറ്റ ആള്, ഞാൻ പറഞ്ഞത് എല്ലാ കിതാബും നോക്കിയിട്ടല്ല വരുന്നത്, പക്ഷെ നിങ്ങൾ എവിടെയൊക്കെ തപ്പിയിട്ടുണ്ടെന്നും കിട്ടാതെ പോന്നാന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ചോദിക്കണം. ഞങ്ങൾ അത്ര വലിയ ആലിമീങ്ങളൊന്നുമല്ല, ഞങ്ങൾ മഹാപണ്ഡിതന്മാരല്ല. ഞങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, മതം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മതരംഗത്തുള്ള ഒരു തുല്ലാബുൽ ഇൽമ് തേടുന്ന ആളുകൾ എന്ന് മാത്രം ഞങ്ങളുള്ളൂ. എല്ലാ കിതാബും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ പോലും അവിടെ ഒരു കിതാബിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നബിയെ വിളിക്കാൻ ഇസ്തിഗാസ ചെയ്യാൻ തെളിവാക്കിയിട്ടില്ല. അത് ഉറപ്പാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ പോകണമെങ്കിലും പറയും, ഞാൻ അടുത്താക്കി പറയാൻ പറ്റുന്ന പറഞ്ഞോട്ടെ. പിന്നെ ജാറുമായി ബന്ധപ്പെട്ട് അത് കടക്കേണ്ട വിഷയം തന്നെയാണ്, അതിലേക്ക് കടക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെ നമ്മൾ നിർത്തിപ്പോണ്ട കാര്യമൊന്നുമില്ല. പച്ചക്കൊമ്പ് തകർക്കുന്ന ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, അത് തകർക്കേണ്ടതുമാണ്, സംശയമൊന്നുമില്ല. അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, അത് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പറഞ്ഞതാണ്. അത് ജാറമല്ല, കുബ്ബ വേറെ ജാറം വേറെ, അതാ വ്യത്യാസം. കുബ്ബ വേറെ ജാറം വേറെ. ഖബർ എന്താ? അത് നേരത്തെ പറഞ്ഞു, ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. അതിലേക്ക് കടക്കണില്ല, കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടിപ്പൊക്കിയതും അവിടെ ജാറം മൂടലും അവിടെ വിളക്കെത്തിക്കലും അവിടെ ആ നിലക്കുള്ള രീതികളും ഇന്ന് വേണ്ട. ഇന്ന് വഹാബികളെ കൂട്ടിക്കോളി, സ്വഹാബികളുടെ കാലത്തുണ്ടോ ഞങ്ങൾ തെളിയിച്ചോളി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രസംഗിക്കും, ആ ഖബർ വീണ്ടും കെട്ടിപ്പൊക്കണം. സ്വഹാബിമാർ ആ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് വഹാബികൾ അത് പൊളിച്ചൊഴിവാക്കിയതാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പ്രസംഗിക്കും, ആ പൊളിച്ച് ശരിയായില്ല, അത് രണ്ടാമത് കെട്ടേണ്ടതാകുന്നു. സ്വഹാബിമാരെ കെട്ടിയിട്ടില്ല, സ്വഹാബത്തിന്റെ മക്കളും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സദീഖുൽ അക്ബറിന്റെ പേരക്കുട്ടിയാണ് എന്ന് ചോദിക്കുന്നത്, ഉമ്മ ആ ഖബറൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ കാണിച്ചു കൊടുത്ത 3 ഖബർ ഉയർത്തപ്പെട്ടതല്ല, നിരപ്പായി കിടക്കുന്നതുമല്ല. പിന്നെ ഖബറിന് മീതെ കുബ്ബ ഉണ്ടായി 678-ൽ. പ്രവാചകൻ വഫാത്ത് കഴിഞ്ഞ് 6.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 678-ൽ മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന ചക്രവർത്തി അവിടെ ഭരണം നടത്തിയപ്പോൾ അല്ലാഹു റസൂലിന്റെ ഖബറിന് മീതെ ഒരു നീലക്കുബ്ബുണ്ടാക്കി. അന്ന് പച്ചക്കുബ്ബല്ല, നീലക്കുബ്ബാണ്. എന്നിട്ട് അന്ന് ആ പണിക്ക് നേതൃത്വം കൊടുത്ത ആളുടെ വീട് തീപിടിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അല്ലാഹു റസൂലിന്റെ ഖബറിന് മീതെ പണിക്കാരെ കയറ്റി അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അദബുകേടായി പോയി, അതിന് ശിക്ഷയാണ് അയാളെ വീട് തീപിടിച്ചത് എന്നുവരെ അന്ന് സംസാരമുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാമ സുമുഹൂദിയുടെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നീലക്കുബ്ബയാണ്. ഏകദേശം 150 കൊല്ലം ആ നീലക്കുബ്ബ നിലനിന്നു. പിന്നീട് ആ കുബ്ബ തകർന്നു വീണപ്പോൾ രണ്ടാമത് പുതുക്കിപ്പണിതു. അന്നും നീലക്കുബ്ബയാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിയുടെ മിക്കവാറും ഭാഗങ്ങൾ തീപിടിച്ചു. അന്നത്തെ മുഅദ്ദിന് രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് പോകുമ്പോ വിളക്ക് ഊതാൻ മറന്നുപോയി. ആ വിളക്ക് മറഞ്ഞു, അതാകെ എന്തോ എരിയോ മറ്റോ തട്ടി വിളക്ക് മറഞ്ഞു, തീപിടിച്ചു. അങ്ങനെ പള്ളിയുടെ ഒട്ടുമിക്ക ഭാഗവും കത്തി നശിച്ചു. അത് പിന്നെ പുതുക്കി പണിയാൻ ഉള്ള ഭാഗം കൂടി പൊളിക്കേണ്ടി വന്നു. അന്ന് ആ കുബ്ബയും തകർന്നു. ആ തീപിടുത്തത്തിൽ കുബ്ബയും തകർന്നു, ചുമരുകളൊക്കെ ഭൂരിഭാഗവും കത്തിപ്പോയി. 10-ാം നൂറ്റാണ്ടിൽ അന്നാണ് അന്നത്തെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൂട്ടി, ഇനി എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാരെയും വിളിച്ചുകൂട്ടിയ കൂട്ടത്തിന് അന്ന് പോയ ആളാ ഈ പറഞ്ഞ അല്ലാമ സുമുഹൂദി. അദ്ദേഹം പറഞ്ഞ വാക്ക് നേരത്തെ പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നു, അവിടെ ഒരു നിരപ്പായ സ്ഥലമാണ് ഞാൻ കണ്ടത്.
ഖബറുകൾക്ക് ഒരു അടയാളവും കാണുന്നില്ല. നടുവിൽ ഒരു അല്പം ഉയർച്ച കാണുന്നു. അത് നബിയുടെ ഖബറിന്റെ സ്ഥാനമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. അത് അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നീട് അത് പുതുക്കി പണിയപ്പെട്ടു. അതിനുശേഷമാണ് നീലക്കുബ്ബ പച്ചയിലേക്ക് മാറിയത്. അപ്പൊ ആ കുബ്ബ സ്വഹാബികൾ ഉണ്ടാക്കിയതല്ല, താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല, തബഉ താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല, ഷാഫി ഇമാമിന്റെ കാലത്തില്ല, ഇമാം മാലിക്കിന്റെ കാലത്തില്ല, അതേപോലെ മുഹീദ്ദീൻ ശൈഖിന്റെ കാലത്തില്ല, ബുഖാരി ഇമാമിന്റെ കാലത്തില്ല. അന്നൊന്നുമില്ലാത്തൊരു കുബ്ബ ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 678 ഒരു രാജാവ് ഉണ്ടാക്കി. അതും ദീനും ബന്ധമില്ല. ഇനി ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബുണ്ടല്ലോ. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് ഹിജ്റ 204. ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടായത് ഹിജ്റ 650. ഖബറുണ്ടായത് 204, കുബ്ബുണ്ടായത് 650. റസൂലുള്ളാഹിന്റെ ഖബറുണ്ടായത് ഹിജ്റ 11, കുബ്ബയുണ്ടായത് 678. എന്നിട്ട് ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടായപ്പോ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കി. ഈ പറഞ്ഞത് വെറുതെ ബടായാന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ കിതാബ് എടുത്ത് നോക്കൂ. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്രയിൽ 1-ാം വാള്യത്തിൽ ജനായിസിന്റെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുലിഫ അലൈഹാ ഉലൂഫൻ മിൻ അദ്ദലാലീർ ലികൗനിഹാ ഫിൽ മുസബ്ബല. വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ, ഷാഫി പണ്ഡിതന്മാരിൽ പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ, ഇമാം ഷാഫിഈയുടെ ഖബറിന് മീതെയുള്ള കുബ്ബ പൊളിക്കണമെന്ന് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടതാണെങ്കിലും ശരി, കാരണം അത് പൊതു ഖബർസ്ഥാനിലാണ്. ഫതാവൽ കുബ്രയിലില്ലേ, ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഹൈതമി പറഞ്ഞാൽ കുഴപ്പമില്ല, ഹുസൈൻ സലഫി പറഞ്ഞാൽ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെയുള്ള കുബ്ബയാണെങ്കിലും ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മീതെയുള്ള കുബ്ബയാണെങ്കിലും മറ്റ് ഏതത്തരം കുബ്ബയാണെങ്കിലും ഇസ്ലാമിൽ അതിന് സ്ഥാനമില്ല. അത് പറഞ്ഞിട്ട് വെറുതെ ഒരു വൈകാരികം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നബിന്റെ ഖബർ ജാറമല്ല, അവിടെ കെട്ടിയുയർത്തിയിട്ടില്ല, അവിടെ ജാറം മൂടുന്നില്ല, വിളക്ക് കത്തിക്കുന്നില്ല, അവിടെ നേർച്ചപ്പെട്ടിയില്ല, അവിടെ ആണ്ടില്ല, ഉറൂസില്ല, അവിടെ ചന്ദനത്തിരിയില്ല, ആ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് വഹാബിയാളാ സൗദിയിലുള്ളത്, അതുകൊണ്ടില്ലാത്തതാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു ഏറ്റവും മുമ്പ് ഉണ്ടായിരുന്നു, കാണിച്ചു കൊടുത്താൽ മതി. സ്വഹാബിയാളാണല്ലോ ഖബർ ഉണ്ടാക്കിയത്, അവരെ കാലത്തുണ്ടായിരുന്നുവോ, താബിഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നുവോ, താബിഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നുവോ, അത് കണ്ടാ മതി. അതില്ല. അപ്പൊ അതുകൊണ്ട് ഖബറിന്റെ വിഷയത്തേക്ക് വരുന്നില്ല എന്ന് ഉസ്താദ് പറയണമെന്നില്ല. നിങ്ങളേക്ക് വന്നോളി, സന്തോഷമേ ഉള്ളൂ, എല്ലാ വിഷയം വരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ഹദീസ് താങ്കളെപ്പോൾ ദുർവ്യാഖ്യാനിച്ചവരാണ്. അല്ലെങ്കിൽ ഏതോ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചതിനെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചു പോയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നമുക്ക് നബി തങ്ങളെ വിളിക്കാൻ തെളിവായി, നമ്മളവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറയാൻ തെളിവായി, ആ വിളി കേൾക്കുമെന്ന് പറയാൻ തെളിവായി ഉദ്ധരിച്ച ഒരു കിതാബ് ഇല്ല. അത് ഉറപ്പാണ്. അത് ഉറപ്പങ്ങൾ അന്വേഷിച്ചോളി. ഞങ്ങൾ ഇതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല, നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിക്കും. ഇത് നമ്മുടെ ഒരു വാശിക്കും വിദ്വേഷത്തിനും അപ്പുറത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സ്ഥിതിക്ക് പറയാം. മുജാഹിദീങ്ങൾക്ക് ഹദീസ് നേരത്തെ അറിയാം. നിങ്ങൾ വിചാരിച്ച പോലെ മുജാഹിദീങ്ങൾ അത്ര ഇത് മനസ്സിലാക്കാതെ പോയൊന്നുമല്ല. മുജാഹിദൊക്കെ ഈ ഹദീസ് പഠിച്ചവരാണ്, ഒരുപാട് മുഖാമുഖങ്ങൾ ഈ വിഷയം വന്നവരാണ്. ഏറ്റവും അവസാനം നടന്ന പന്നിപ്പാറ മുഖാമുഖത്തിലടക്കം ഈ വിഷയം വിശദമായി ചർച്ചയ്ക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് മുജാഹിദീങ്ങൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഇനിയും പഠിപ്പിക്കാൻ വല്ലുണ്ടോ? ഇൻഷാല്ലാഹ് പഠിപ്പിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അതേസമയം നിങ്ങൾ ആത്മാർത്ഥമായ ഒരു അന്വേഷണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളെങ്കിൽ ഒരു ആത്മാർത്ഥമായ അന്വേഷണം, ഈ ഹദീസിൽ ലോകത്താരാ ഈ നിനക്ക് അർത്ഥം പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാര് മാത്രം ഇപ്പൊ അങ്ങനെ തെളിവാക്കി കൊണ്ടെന്നെങ്കിൽ അതൊരു ശരിയാണോ? അവരാരും പറയാത്തൊന്നും ഇവിടുത്തെ ചില മുസ്ലിയാക്കന്മാരെ പറഞ്ഞാൽ ഇവര് തെറ്റായ അർത്ഥം പറഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൂല്യത്തിനെയും ആ അർത്ഥം എടുക്കേണ്ടി വരും. അപ്പൊ ഖിദ്ർ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ കൊന്നു, അതുകൊണ്ട് ഒരാൾ അവിടെ പോയി കൊല്ല, അയാൾ പറയാ ഖിദ്ർ നബി ചെയ്ത ഹറാമാണെന്ന് പറയും, എന്നാൽ എന്റെ ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വല്ല ന്യായമുണ്ട്? ഇല്ലല്ലോ. സമാനമായ എത്ര എത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പൊതുവൽക്കരിച്ച് നമുക്കൊരു നമ്മുടെ വിശ്വാസം സ്ഥാപിച്ചെടുക്കാൻ തെളിവായി സ്വീകരിക്കാവതല്ല. അതേസമയം ഇത്തരം ഹദീസുകളെ വിശദീകരിച്ച അഹ്ലുസുന്നത്ത് പണ്ഡിതന്മാർ അത് തെളിവായി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹു അഅലം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത എൻ്റെ പേര് സലാഹുദ്ദീൻ.
നാട് മലപ്പുറം. നേരത്തെ ഫൈസൽ മൗലവി ബാക്കി വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ അനുബന്ധമായി കുറച്ച് വിഷയങ്ങൾ പറയുന്നത്. നിങ്ങളിവിടെ ഒരുപാട് നേരം സംസാരിച്ചു. വഫാത്തായി പോയ മഹാന്മാരുടെ അരികിൽ വന്ന് അവരെ വിളിക്കൽ ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ശിർക്കാണ്, എല്ലാവർക്കും ശിർക്കാണ്. അതിൽ അമ്പിയാക്കന്മാര് വ്യത്യാസമല്ല, ഔലിയാക്കന്മാര് വ്യത്യാസമല്ല. ഈസാ നബിക്ക് ശിർക്കാതെ ഞമ്മക്ക് തൗഹീദാകാം, ഞമ്മക്ക് തൗഹീദായത് ഈസാ നബിക്ക് ശിർക്കാകാം, അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്കാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചെയ്യണോ ചെയ്യേണ്ട അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ശിർക്കാണ് എന്നാണ് വരിക. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വരുമെന്ന് നബി തങ്ങൾ പറയാ. അപ്പൊ നിങ്ങളെ വാശി പറഞ്ഞാൽ എന്താ? അത് ശിർക്കാണ്. അപ്പൊ ഈസാ നബിക്ക് ശിർക്ക്, തൗഹീദ്, നമുക്ക് ശിർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ശിർക്കാണ്. അത് ദുനിയാവിൽ ശിർക്കായ തന്നെ ആഖിറത്തിൽ എല്ലായിടത്തും ശിർക്ക് തന്നെ, എല്ലാവർക്കും ശിർക്കാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, ഖദർ നബിന്റെ സംഭവം അത് ഇങ്ങോട്ട് ഖിയാസാക്കാൻ പറ്റൂല. കാരണം ഫുറൂഇയ്യായ വിഷയത്തിൽ, അത് ശാഖാപരമായ വിഷയത്തിൽ ശരീഅത്ത് വ്യത്യാസം ഉണ്ടാവും. തൗഹീദൊന്നും ശിർക്കും തൗഹീദും അതിന് വ്യത്യാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് മൂസാ നബിയുടെ ശരീഅത്ത്, ആ ശരീഅത്തിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യാം. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് അത് പറഞ്ഞ് വിഷയം മാറ്റാൻ സമ്മതിക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ 10 മണിവരെ പെർമിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറഞ്ഞ സമയമാണല്ലോ നമുക്കുള്ളൂ. ഒരുപാട് നേരം വഴു പറയണം, ഇതൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒക്കെ എസ്ഓറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ശിർക്കാണോ? ആദ്യം ചോദ്യം ശിർക്കാണോ? ശിർക്കാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ തെളിവ് വഹിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ പോരെ. ഇത് ഇങ്ങനെ വിശദീകരിക്കാനേ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് എവിടെ നേരം ഉണ്ടാകുക? അതുകൊണ്ട് വളരെ മാന്യമായ രൂപത്തിൽ ഞാൻ പറയുകയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിർക്ക്, നമുക്ക് തൗഹീദ് അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്ക് തന്നെയാണ്. ചോദ്യം ഒന്ന് പറഞ്ഞു ചോദിക്കണമെന്നുണ്ടോ? അല്ല, ചോദ്യം ഒന്ന് പറഞ്ഞു ചോദിക്കണമെന്നില്ലല്ലോ. ചോദ്യമായ പോലെ അത് കേട്ടില്ല നിങ്ങൾ. ചോദ്യം എന്താണ്? ഈ നിങ്ങൾ പറഞ്ഞ പ്രകാരം മൂപ്പര് ഫൈസൽ മൗലവി എന്നോട് ഇവിടുന്ന് നേരത്തെ പറഞ്ഞെന്തരോ, ഈ ഉസ്താദ് അവിടെ ബാക്കിലേക്ക് ഇരുന്നപ്പോ പറഞ്ഞെന്താണ്, മൂപ്പർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടെ, അതിന്റെ ബാക്കി എന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് അവിടെ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം മൂട് ഖിയാസാക്കാൻ പറ്റൂല എന്നാ ഫൈസൽ മൗലവി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, ഞമ്മക്ക് അനുകരിക്കാൻ പറ്റുമോ ഇല്ലേ? കഴിഞ്ഞിട്ടില്ല അല്ല, പറഞ്ഞല്ല, പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. നമ്മളല്ല, നിങ്ങളല്ലല്ലോ നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ബാക്കിലുള്ള ആൾക്ക് ആ കിതാബ് പറയാൻ പറഞ്ഞത്. ഞാൻ ആ പ്രതീക്ഷയിലായിരുന്നു. ആള് മാറി ശേഷം തന്നെ ആക്കും വേണമെങ്കിൽ ആ കിതാബ് പറയാം. ഏത് ഈ ഹദീസിനെ വിശദീകരിച്ച അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്റെ കിതാബ് പറയാമെന്നത് അത് മാത്രം ഒഴിവാക്കരുത്. നിങ്ങൾ ആ കിതാബ് വായിക്കും. അത് വായിക്കും. മുസ്നദു അബീ യഅല, അതന്നെ കിതാബ്. വേറെ കിതാബ് മുസ്നദു അബീ യഅലയിൽ ഇല്ലാന്നോ? ഇസ്തിഗാസക്ക് തെളിവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കാൻ തരോ? നിങ്ങൾ സൗഹാർദ്ദമായി ചോദിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? നമ്മൾ അനുകരിക്കാൻ പറ്റുമല്ലോ, വിശക്കാണ് നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? മഹാന്മാരായ വഫാത്തായി പോയ മഹാന്മാരുടെ ഹദറത്തിൽ വന്ന്, അതായത് അവരെ വിളിക്കൽ ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈസാ നബിക്ക് ശിർക്കായത് നമുക്ക് തൗഹീദാകാം, അങ്ങനെ ഉണ്ടാകും. എല്ലാവർക്കും ശിർക്കല്ലേ? അപ്പൊ നിങ്ങളെ വാദപ്രകാരം ഈസാ നബിന്റെ ശിർക്ക് പറയണ്ടേ? എന്തുകൊണ്ടല്ല? അത് ചോദിച്ചാൽ പോലെ അതിന് പത്രം എടുക്കാൻ ആവശ്യമുണ്ടോ? അപ്പൊ നേരത്തെ നിങ്ങൾ ഒരു 10 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോ ഒരു 12 മിനിറ്റ് ഉത്തരം പറയേണ്ടി വരില്ലേ? എസ്ഓർനോ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ഇപ്പോൾ എസ്ഓർ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടില്ല? ശിർക്കാണോ? ശിർക്കാണ്. നമുക്ക് ശിർക്കാതെ ഈസാ നബിക്ക് തൗഹീദാവോ? ഇല്ല. ശിർക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും ശിർക്ക് തന്നെയാണ്. അതിന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണോ? വേണ്ട തീരുമാനിച്ചാൽ അത് വേണ്ട തീരുമാനിച്ചാൽ മതി. ഇനി വേണോ വേണ്ട പിന്നെ ചർച്ച ചെയ്യാം. അല്ല, വേണ്ട, ശിർക്ക് എന്തിനാ നമുക്ക്? അത് ഒഴിവാക്കുക. എന്നാൽ ഇത് ആ ശിർക്കാണോ? അതിന് തെളിവാണോ? അല്ലാന്ന് പറഞ്ഞത് ആ വേണം. ഞാൻ നേരത്തെ അത്രയും വിശദീകരിച്ചത്. അപ്പോഴൊക്കെ നിങ്ങൾ മറ്റാളെ പിന്നെ ചോദിപ്പാക്കിയത് അപ്പോൾ നിങ്ങൾ കേട്ടില്ല. മൂപ്പര് കേട്ടു. മൂപ്പർക്ക് അത് അൽഹംദുലില്ലാഹ് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇൻഷാല്ലാഹ് പഠിക്കും. നിങ്ങൾ ആ സമയത്ത് മൂപ്പരെ ഇടങ്ങാറാക്കാൻ വേണ്ടി പിന്നെ കൂടി. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഫുറൂഇയ്യാത്തിലെ വ്യത്യാസം ഉണ്ടാവും. സലാഹുദ്ദീൻ മുസ്ലിം അതും പറയാൻ പറ്റും ഈ വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹറാമല്ല എന്നാണോ? അതാണ് പിന്നെ അർത്ഥം.
ഫുറൂഇയായ ഹുക്മിയായ വിഷയത്തിൽ ഓരോ അമ്പിയാക്കന്മാർക്ക് ഓരോ ശരീഅത്താണ്, സംശയമില്ല. മത നിയമങ്ങൾ വ്യത്യസ്തമാണ്. അതിനർത്ഥം മൂസാ നബിന്റെ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊലപാതകം ഹറാമല്ല, ഇപ്പോഴാണ് ഹറാമായത് എന്നാണോ? അന്ന് എല്ലാവർക്കും ആര്യമാനെ പോയി കൊല്ലാന്ന അല്ലല്ലോ. ആദം നബിന്റെ മക്കളുടെ കാലത്ത് കൊലപാതകം ഉണ്ടായപ്പോൾ അല്ല പറഞ്ഞത് ഒരാളെ കൊന്നാൽ എല്ലാരെയും കൊന്ന പോലെ എന്നാണ്. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞത് എവിടെ ഒരാൾ ആരെ കൊന്നാലും ആദം നബിയുടെ ഒന്നാമത്തെ പുത്രന് ഈ രക്തത്തിന്റെ വിഹിതം കിട്ടാതിരിക്കില്ല. അന്ന് മുതലേ ഹറാമാണ്. അല്ല, മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹലാലൊന്നുമല്ല, അന്നും കൊലപാതകം ഹറാമാണ്. എന്നാ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. അതാണ് വ്യത്യാസം. കൊലപാതകം അന്നും ഹറാമാണ്. ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. എന്നതുപോലെ ശിർക്ക് എന്നും ശിർക്ക് തന്നെ. ഈസാ നബി ചെയ്തത് ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? ഈസാ നബി അവിടെ പോയി ഇസ്തിഗാസ ചെയ്യുന്നില്ല, അവിടെ പോയി സഹായം തേടുന്നില്ല, അവിടെ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. നേരെ മറിച്ച് അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ദീനു പഠിക്കണോ? ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതവിടെ കഴിഞ്ഞു. ഏതുപോലെ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയത് പോലെ, 7 ആഗസ്റ്റ് പോയതുപോലെ, മിറാജ് യാത്ര പോയല്ലോ, ഇസ്രാ പോയല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു, നബി തങ്ങൾ ഇമാമ് നിന്നു, മറ്റു അമ്പിയാക്കൾ മഅ്മൂമ് നിന്നു. അത് ആ ഒരു കേസിൽ അവസാനിച്ചു. ഇനി അടുത്ത തിരിച്ചു വന്ന് സുബ്ഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് നബി പറഞ്ഞു, എനിക്ക് ഇഖാമത്ത് കൊടുക്കല്ലേ, ഇബ്രാഹിം നബി വരാനുണ്ട്, ഇസ്മായിൽ നബി വരാനുണ്ട്, മൂസാ നബി വരാൻ ഒരിക്കൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഇഖാമത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇല്ല. അതിനുശേഷം ഏകദേശം 10-12 കൊല്ലം അല്ലാഹു റസൂൽ നിസ്കരിച്ചല്ലോ ഇമാമായിട്ട്. എന്തെങ്കിലും ജമാഅത്തിന് ഈസാ നബി ഇബ്രാഹിം നബി വന്നോ? ഇല്ലല്ലോ. നബി എപ്പോഴൊക്കെ ഇനി രണ്ടാമതൊന്നാല് ഞാൻ ഒന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ, ഒന്നുകൂടി ഇമാം വെക്കണം എന്ന് പറഞ്ഞോ? ഉണ്ടായില്ലല്ലോ. അപ്പൊ റബ്ബുൽ സംവിധാനം ഒരുക്കി കൊടുത്തു. ആ സംവിധാനം അവിടെ നടപ്പായി. അത്രേ ഇതിലുള്ളൂ. നമുക്ക് സംവിധാനം ഒരുക്കി തന്നാലും നമുക്കും പറ്റും, പക്ഷെ സംവിധാനം ഇല്ല. നമുക്ക് സംവിധാനം ഇപ്പൊ മുഹമ്മദ് നബി ഇപ്പണ്ട് വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാത്ത ഒന്ന് പറഞ്ഞു കൊടുക്കി, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ മനസ്സിലാണില്ല, നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കി, നമുക്ക് പറയാം. പക്ഷെ റസൂൽ ഇപ്പൊ വരുന്നില്ലല്ലോ. അതാ പറഞ്ഞ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു തആല 2 നബിമാർ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ നടത്തുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തെ നമുക്ക് പൊതുവൽക്കരിച്ച് നമ്മളും അവിടെ പോയി വിളിച്ചാൽ കിട്ടും, ഉത്തരം ചെയ്യും, ആ വിളി കേൾക്കും എന്ന് പറയാൻ തെളിവല്ല. ഇത് തെളിവാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് 1400 കൊല്ലമായല്ലോ കൈമാറി വരുന്നു. റസൂൽ പറഞ്ഞിട്ട് നേരെ ചെലാലിക്ക് സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മർക്കസൊക്കെ കൊടുത്തയച്ചല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വഹാബത്ത് കേട്ടു, താബിഉകൾ കേട്ടു, താബിഉ കേട്ടു, ഇമാമികൾ കൈമാറി പോന്നു. 1400 കൊല്ലം ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ കൈമാറി പോന്നു. എങ്കിൽ ഈ കാലം വരെ നൂറ്റാണ്ട് 14-നിടയിൽ ലോകത്ത് ആരാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഹദീസിന് അർത്ഥം പറയുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തത്? ഒരാളുമില്ല. എങ്കിൽ പിന്നെ ഒന്നുകിലും ഓൾക്കൊന്നും തിരിഞ്ഞില്ല, നിങ്ങൾക്ക് തിരിഞ്ഞു വരേണ്ടി വരും. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം നിങ്ങൾ അർത്ഥം പറഞ്ഞ പോലെ നിങ്ങളല്ലല്ലോ ഞങ്ങൾ. അതല്ലെങ്കിലോ അവരൊക്കെ പറയാത്ത പുതിയത് നിങ്ങൾ പറഞ്ഞു, അത് നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം മാറുന്നപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ വന്നാൾ കിതാബ് പറഞ്ഞോട്ടെ, നിങ്ങൾ അത് പറഞ്ഞോളി. ഈ ഹദീസ് വിശദീകരിച്ച ലോകത്ത് ഏത് പണ്ഡിതനാ, അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതന് ഏത് കിതാബിലാ ഈ ഹദീസ് വെച്ചിട്ട് നബി നമ്മൾ വിളിച്ചാൽ കേൾക്കുമെന്ന് തെളിവാക്കിയത്, നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന തെളിവാക്കിയത്? അതല്ലേ സ്ഥാപിച്ചെടുക്കുന്നത്? നബി മാത്രമല്ലല്ലോ, യാഹൂ തങ്ങളെ വിളിക്കാനും കോയപ്പാപ്പാനെ വിളിക്കാനും CM നെ വിളിക്കാനും അതിനൊക്കെയാണല്ലോ ഒപ്പിച്ചു കൊണ്ടിരുന്നത്, അതിനൊക്കെയാണ് ഒപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ എവിടുന്ന് കിട്ടി? അതാ ഞങ്ങൾ എവിടെയുമില്ല. ഞങ്ങൾക്ക് കിതാബ് അറിയില്ല, നിങ്ങൾ കിതാബ് പഠിച്ചവരാണല്ലോ എന്നല്ലോ വെപ്പ്. ശരി, നിങ്ങൾ പറയും ഏതെങ്കിലും കിതാബിൽ എവിടെയെങ്കിലും ലോകത്ത് ലക്ഷക്കണക്കായ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തെളിവായി സ്വീകരിച്ച, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് തെളിവായി കൊണ്ടുവന്ന ഒരാളെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചോളാം. അഹ്ലുസുന്നയുടെ ഒരു ഇമാമിന്റെ ഒരു കിതാബ് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് കഴിയാൻ ഞങ്ങൾക്ക് ഉറപ്പാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്ത വ്യാഖ്യാനമാണ്. നീ ഈസാ നബി ശിർക്ക് ചെയ്തോ? ഇല്ല. അത് നമ്മൾ ഒരിക്കലും ബേജാറാകണ്ട. ഈസാ നബി ശിർക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. ഈസാ നബിക്ക് ശിർക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ശിർക്ക് എല്ലാവർക്കും കണക്കാണ്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി കൂടി ചോദിക്കാം, ഞങ്ങൾക്ക് യേശുവിനെ വിളിക്കാൻ ഈ ഹദീസ തെളിവ് എന്നാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ ഹദീസ് ഉണ്ടല്ലോ, ഈസാ നബി അവിടെ പോയിട്ട് വിളിക്കുമ്പോ മുഹമ്മദ് നബി ഉത്തരം ചെയ്യും, ഞങ്ങൾ തെളിവാക്കുന്നു, ഞങ്ങൾ ആ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ആ യേശുവിനെ കാക്കനെ പറയുന്നു, കേൾക്കും ഉത്തരം ചെയ്യുന്നു, നിങ്ങൾക്കും തർക്കമില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ ഒന്നായി എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും അങ്ങനെ തെളിവാക്കി കൊണ്ടുവരാമതല്ല. ഞങ്ങൾ ആക്ഷേപിക്കല്ല, ഞങ്ങൾ പരിഹസിക്കല്ല. അതേസമയം അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച വിഷയത്തിന് അവരാരും മനസ്സിലാക്കാത്ത, അഹ്ലുസുന്ന ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി ദുർവ്യാഖ്യാനിച്ച് ഏതോ ചില ഷിയാക്കൾ അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഷിയാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഷിയാക്കളെ സൈറ്റ് പോയാൽ കിട്ടും. ഈ ഹദീസിനെ അവർ അലിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഹസൻ ഹുസൈനെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഫാത്തിമ ബീവിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, തങ്ങളുടെ 12 ഇമാമികളെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്. ഈ ഹദീസിലെ ഷിയാക്കൾ അല്ലാതെ അഹ്ലുസുന്നക്ക് അത് പരിചയമില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ചില ചങ്ങായിമാര് അവിടെ എടുത്തോണ്ട് നിന്നിട്ട് അതിങ്ങനെ ഇട്ടുന്നിട്ട് ഇത് അങ്ങനെ ഹദീസുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മളതിന് പിന്നാലെ പോകേണ്ടവരല്ല. ഈ നാട്ടിൽ സാധാരണക്കാർ നിങ്ങളൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് ദീനാന്ന് വിചാരിച്ചിട്ടാണ് ഒപ്പം കൂട്ടത്. അതുകൊണ്ട് നമുക്കത് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു അമാനത്തുണ്ട് എന്നെങ്കിലും ഉൾക്കൊള്ളണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ശരി, പറഞ്ഞോളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിർക്കായത് നമുക്ക് തൗഹീദാവില്ല, തിരിച്ചുണ്ടാവില്ല. നിങ്ങൾ സമ്മതിച്ചല്ലോ. അങ്ങനെയാണ് എല്ലാവർക്കും ശിർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ ആ മഹാന്മാര് വിശദീകരിച്ചോ ഇല്ലെന്നൊക്കെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മഹാന്മാര് വിശദീകരിച്ചാൽ ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്, അതിനൊരു മഹാന്റെ വിശദീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ? അല്ല. അതേസമയം ഒരാൾ വന്നിട്ട് പറയാം അല്ല രണ്ടെണ്ണമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് അല്ല രണ്ടെണ്ണം പറഞ്ഞ അപ്പൊ ചോദിക്കും ഇത് എവിടുന്ന് കിട്ടി? അപ്പൊ ഓൻ പറയാം എന്തിനാ കിട്ടുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല രണ്ടെണ്ണാണ് എന്ന് പറഞ്ഞ കൊണ്ടേക്കൂടെ പരിക്കേറിയില്ലേ? അതാണ് ഇവിടെ അതെന്നെ ഇവിടെ സംഭവിച്ചത്. ഈ ഹദീസ് പണ്ഡിതന്മാർ വിശേഷിച്ച് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഉദാഹരണമായി സുയൂത്തിയുടെ അൽ ഹാബിബ് ഫത്താവ് പറഞ്ഞു. ഇനി വേണോ തഫ്സീർ റൂഹുൽ ബയാൻ എടുത്ത് നോക്കി അല്ലാമ ആലൂസി അവിടെ സൂറത്തുൽ അഹ്സാബിൽ അദ്ദേഹം ഈ സംഭവം കൊണ്ടുവന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹദീസ് ആരൊക്കെ എവിടെയൊക്കെ വിശദീകരിച്ചോ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അവരാരും പറയാത്ത നിങ്ങൾ പറയാം ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അല്ലാഹു രണ്ടാകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും എവിടെ കിട്ടി? ഇത് ഏത് തഫ്സീറിലുള്ളത്? ഏത് ഇമാമ ഈ അർത്ഥം വെച്ചത്? ഏത് പണ്ഡിതനാ പറഞ്ഞത്? മഹാന്മാരെ കേട്ടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു രണ്ടെണ്ണ എന്ന് പറഞ്ഞാൽ വല്ല നിവൃത്തിയുണ്ടോ? അതാണ് ഇതിന് സംഭവിച്ചത്. അപ്പൊ ഈ ഒന്നും വേണ്ട, നമുക്ക് സമയം ലാഭിക്കാൻ നല്ല എന്താ, നിങ്ങൾ ഒറ്റ കിതാബ് വായിച്ചോളി. ഒറ്റ കിതാബ് ഇനി വേണം നിങ്ങൾ പോയിട്ട് ഫോൺ ചെയ്ത് കിട്ടിയിട്ട് മണി വന്ന് ചോദിച്ചോളി, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് കിട്ടിയാൽ മതി. ഒന്നുകിൽ അഹ്ലുസുന്നയുടെ ഇന്ന ഇമാമ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിലോ നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനമാണ്. രണ്ടാമത് തെളിയണ്ടേ? അതുണ്ടോ? നിങ്ങൾ വായിച്ചോളി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എന്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമല്ല. ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്താക്കാം, നമുക്ക് തഫ്സീറിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോ ഞാനും നിങ്ങളും അതിന്റെ അർത്ഥത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ വെച്ച തർക്കത്തിൽ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച അർത്ഥത്തിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴേ ഒരു മുഹദ്ദിസിന്റെ ആവശ്യമുള്ളൂ. അത് പറഞ്ഞിട്ടില്ല. അത് ഇപ്പോഴാ പറഞ്ഞ പറയാ ഏത് വാക്കിന്റെ തെറ്റാണ്? ലയും കാം ഞാൻ വായിക്കാം. ലയും കാമ അലാ ഖബരി, ഞാൻ വായിക്കട്ടെ. ലയും കാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ്, ഞാൻ വായിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നാൽ അലാ ഖബരി, എന്റെ ഖബറിന്റെ അരികിൽ നിന്നാൽ ഫഖാല, അങ്ങനെ മഹാനുഭാവൻ ചോദിക്കുകയും ചെയ്തു. എന്ത് ചോദിച്ചു? വിളിച്ചു. യാ മുഹമ്മദ്, ഓ നബിയേ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുകയും ചെയ്താൽ ലഉജീബന്നഹു, ഞാൻ അതിന് ഉത്തരം ചെയ്യുമെന്ന്. ഇതിലേത് പദത്തിന്റെ അർത്ഥം തെറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. ഇത് നിങ്ങൾ കൊണ്ടുവന്ന മൊത്തം തെറ്റുകൾ കൊണ്ടുവന്നെന്തിനാ? നിങ്ങൾ കൊണ്ടുവന്നെന്തിനാ? മഹാന്മാരെ വിളിക്കാൻ, നബിയെ വിളിക്കാൻ, അവിടെ പോയി വിളിച്ചാൽ കേൾക്കുമെന്ന് പറയാൻ, ഉത്തരം കിട്ടുമെന്ന് പറയാൻ. അപ്പൊ കൊണ്ടുവന്നതിന് തെറ്റാ. നിങ്ങൾക്ക് ആ സാധനം കൊണ്ടുവരാൻ തന്നെ വകുപ്പില്ല. പണ്ട് KC അബൂബക്കർ മൗലവി റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, ഒരു മുസ്ലിയാട് പോയി ചോദിച്ചു തെങ്ങുമ്മ കയറാൻ പാടുണ്ടോ? ഒരു കുഴപ്പമില്ല. തെങ്ങമ്മക്ക് തേങ്ങ ഇടാൻ പാടുണ്ടോ ചോദിച്ചു. അതിനെന്താ കുഴപ്പമില്ലല്ലോ. ഇട്ട തേങ്ങ പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ പ്രശ്നം? ആ തേങ്ങ അരക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. പക്ഷെ തെങ്ങ് ആരാണ്ടാന്ന് പറഞ്ഞില്ല. ആരാണ് തെങ്ങാകുമ്പോഴോ കയറാനും പറ്റൂല, ഇടാനും പറ്റൂല, പെറുക്കാനും പറ്റൂല, കൊണ്ടുപോകാനും പറ്റൂല, അനുവാദമില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയങ്ങൾ. ഈ ചോദ്യം എന്നെ മുമ്പ് ചോദിച്ചാൽ ആദ്യം ഫസ്റ്റ് സുബൈർ മുസ്ലിയാർ ചോദിച്ചെന്താ? ഫസ്റ്റ് ചോദ്യം എന്താ? നബിന്റെ ഖബറിനെ പോയി നബിയെ എന്ന് വിളിച്ചാൽ നബി സഹായിക്കും, നബി ഉത്തരം ചെയ്യും, നബി വിളി കേൾക്കും എന്ന വിശ്വാസം ശിർക്കാണോ? എന്നിട്ട് അത് തെളിയിക്കാനാണ് അത് കൊണ്ടുവന്നത്. അവിടെയാണ് പിഴച്ചത്. അതുകൊണ്ട് മുസ്ലിയാരെ മറ്റു വഴുതിനപ്പുറത്ത് ഈ ഹദീസിനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ എന്തിനാണ് തെളിവാക്കുന്നത്? അതിന് തെളിവല്ല. നിങ്ങൾ എന്തിന് തെളിവാക്കിയോ അത് തെളിവല്ല. ആണെങ്കിൽ നിങ്ങളല്ലാത്ത
നിങ്ങളല്ലാത്ത ലോകത്തുള്ള അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ എവിടെങ്കിലും ഈ ഒരു ആശയം ഈ ഹദീസ് വെച്ച് രേഖപ്പെടുത്തിയ ഒരാളെ കാണിച്ചാൽ മതി. അത് കഴിയില്ലാതെ ഏതായാലും ഉറപ്പല്ല, എല്ലാവർക്കും ഉറപ്പായല്ലോ. നിങ്ങൾ വെറുതെ വീട്ടിൽ മരണമെന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾ പറഞ്ഞോളി. അതില്ലേ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമയങ്ങളിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ തോൽപ്പിക്കാൻ പോലും ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോളി, അതിനും കുഴപ്പമില്ല. അങ്ങനെ പൂരിങ്ങൾക്ക് ഉണ്ട്. അവിടെ പോയി മുഖാമത്ത് പോയി ഞങ്ങൾക്ക് ജയിച്ചു പോകുന്ന ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോളി, ഒരു കുഴപ്പമില്ല. ശിർക്ക് സ്ഥാപിച്ച് നിങ്ങൾ പോയിക്കോളി, അതിന് വിരോധമില്ല. അതേസമയം ഞാൻ വ്യക്തമായി പറഞ്ഞ ഈ ഹദീസ് നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനമാണ്. നിങ്ങൾ എന്തിനാണോ ആ ഹദീസുമായി വന്നത്, ആ വന്ന ഇസ്തിംബാത്ത് തന്നെ നിങ്ങൾ തെളിവായി എടുത്ത ആ രീതി തന്നെ അത് തെറ്റാണ്. മാത്രമല്ല താങ്കളുടെ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞെന്താണ്, മഹാന്മാരെ വിളിച്ചാൽ കേൾക്കും എന്ന് പറയാൻ ഞങ്ങൾ കൊണ്ടുവന്നത്. മറ്റാൾ നബിനെ വിളിക്കാനാ പറഞ്ഞുള്ളൂ, ഖബറിനെ പോയിട്ട്. നിങ്ങളോ മഹാന്മാരെ വിളിക്കാൻ തെളിവായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, അതിനൊന്നും ഇത് തെളിവല്ല. ഇവിടെ യാഹൂ തങ്ങളെ വിളിക്കാനും മമ്പൂർ തങ്ങളെ വിളിക്കാനും ബദരീങ്ങളെ വിളിക്കാനും പുത്തമ്പള്ളിയിൽ പോയി തേടാനും അതിനൊന്നും ഇത് തെളിവല്ല. നബിയോട് തന്നെയും നമുക്ക് അവിടെ ചെന്ന് തേടാൻ ഇത് തെളിവല്ല. നമ്മൾ ചെന്ന് തേടിയാൽ നബി തങ്ങൾ ആ തേട്ടം കേൾക്കുമെന്ന് പറയാൻ ഇത് തെളിവല്ല. നമ്മൾ ചെന്ന് തേടിയാൽ ഉത്തരം ചെയ്യുമെന്ന് പറയാനും ഇത് തെളിവല്ല. ഏതുപോലെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞിനെ കൊന്നത് നമുക്ക് തെളിവാകാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിനെയും അമ്പിയാക്കന്മാർക്ക് ഇമാമായി നിസ്കരിച്ചത് നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ ഇതൊരിക്കലും തെളിവല്ല എന്നാണ് സൂചിപ്പിച്ചത്. ശരി, ഇവിടെ ഇപ്പോ ഞാൻ അർത്ഥം വെച്ചതിൽ ഒരു തെറ്റില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് അത് ദുർവ്യാഖ്യാനാണ്. പിന്നെയും പറയാണ് ഞങ്ങൾ കൊണ്ടുവന്ന ദുർവ്യാഖ്യാനം. എന്താണ്, ഞാൻ പദം വെച്ച അർത്ഥത്തിൽ ഒരു പദത്തിന് അർത്ഥം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം വെച്ച മുഴുവനും ശരിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. അൽഹംദുലില്ലാ, അതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഞാൻ ആശംസിക്കുകയാണ്. അത് സമ്മതിച്ചല്ലോ. എന്തായാലും കഴിഞ്ഞിട്ടില്ല, ഞാൻ തുടങ്ങുന്നുള്ളൂ. നിങ്ങൾ 1 മണിക്കൂർ വരുമ്പോൾ എനിക്കൊരു 5 മിനിറ്റ് പറയണമല്ലോ. അപ്പൊ എത്രയും പറയാം. അപ്പൊ ഇവിടെ നിൽക്കിട്ടാ ഇത്രയും പറയാം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞത് എന്താണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പോ ഞാൻ പറഞ്ഞ വാചകത്തിൽ ഒരു തെറ്റില്ല, പദത്തിൽ അർത്ഥം വെച്ച അതിലൊന്നും തെറ്റില്ല. പിന്നെ ഇത് കൊണ്ടുവന്നത് തെറ്റാണ്, നിങ്ങൾ ഇസ്തിഗാസക്ക് തെളിവായി കൊണ്ട് തെറ്റാണ് എന്നിപ്പോ നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി, അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരാൾ വ്യാഖ്യാനിച്ചാൽ, അത് ഇസ്തിഗാസക്കായി വ്യാഖ്യാനിച്ചാൽ അത് തെറ്റാണെന്ന് അത് പറഞ്ഞു, അത് മാത്രം. അതിനാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത് നിങ്ങളെ വളരെ പറയാ. അത് ശരി, നിങ്ങൾ സാധനപ്പം കൊണ്ടാ ഇനി പണ്ടാരെയും പറഞ്ഞേക്കളോ? എന്താ മുസ്ലിം ഇതൊക്കെ? നിങ്ങൾ സാധനം ഉണ്ടായിക്കൊണ്ട് അത് തെറ്റാതെ പണ്ടാരെയും പറഞ്ഞേക്കൾ. നിങ്ങൾ പണ്ടുണ്ടാവും, നിങ്ങൾ സഹാബിറ്റ്, നിങ്ങൾ താപിയ മുസ്ലിം ഇഞ്ഞത് വിട്ടാളി, ഇനി വെറുതെ ഉരുളണ്ട സമയം ബാക്ക് മറ്റേ മുസ്ലിം ഒന്ന് അയാൾ ചോദിച്ചോട്ടെ. ഇനി ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയാൻ കൃത്യമായി പറഞ്ഞു. ഈ കൂടിയ സത്യം മനസ്സിലാക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലത്തെ വാശിക്കാരല്ലാത്തവർക്കൊക്കെ സംഗതി മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ കിതാബ് കിട്ടുന്ന കാലത്ത് കൊണ്ടുവരും. ഏതെങ്കിലും കാലത്ത് അങ്ങനത്തെ കിതാബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അന്ന് കൊണ്ടുവന്നോളി, അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അതല്ല വെറുതെ വാചകം പറഞ്ഞിട്ട് സമയം കളയാണെങ്കിൽ അതിന് നമ്മൾ വിലപ്പെട്ട സമയം തരൂല. അതല്ല, കിതാബ് ഉണ്ടോ നിങ്ങൾ ചോദിച്ചോളി, അന്വേഷിച്ചോളി, ആരെയും കൂട്ടി വന്നോളി, നിങ്ങൾക്കത് കൊണ്ടുവരാം. അല്ലാത്ത കാലത്തോളം അത് ദുർവ്യാഖ്യാനം തന്നെയാണ്. ശരി, എൻ്റെ പേര് സുബൈർ, താന്നൂരാണ് വീട്. നേരത്തെ ഫൈസൽ മൗലവിക്ക് എന്നെ പരിചയമുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം സൈനുദ്ദീൻ മുസ്ലിയാരുടെ പേര് മാറി ഇടക്ക് സുബൈർ മുസ്ലിയാർ എന്ന് പറഞ്ഞു. കാരണം ഇതേ കമ്മിറ്റി തന്നെ എടക്കനാട് മില്ലുംപടിയിൽ നേരത്തെ മുഖാമുഖം നടത്തിയപ്പോൾ ഫൈസൽ മുസ്ലിയാർ ഉണ്ടായിരുന്നു. അന്ന് ഞാനാണ് അവസാനമായി ചോദിച്ചത്, 9 മണി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 9 മണിയായി എന്ന് പൂർത്തീകരിച്ച് പരിപാടി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. എന്റെ ചോദ്യം, അന്നത്തെ അതേ ചോദ്യം തന്നെ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇന്ന് ആവർത്തിക്കുകയാണ്. പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്? അൽഹംദുലില്ലാ. അപ്പൊ എനിക്ക് അന്ന് ചോദിച്ച ഓർമ്മയില്ല, ഇനി നിങ്ങളെ പരിചയം ഉണ്ടാവും. നമ്മൾ നോക്കിയേക്കാം ഇൻഷാ അല്ലാഹ്. പ്രാർത്ഥനയുടെ നിർവചനം എന്താണ്? തലബുൽ അദ്നാ മിനൽ അഅ്ലാ അലാ വജ്ഹിൽ ഇസ്തികാന എന്നാണ് ശൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലാമ ബാജൂരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹുൽ ബൈജൂരിയയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അദ്ദുആ ഇൻദനാ മഅഅ അഹ്ലി സുന്ന ഹുവ തലബുൽ അദ്നാ മിനൽ അഅ്ലാ അലാ വജ്ഹിൽ ഇസ്തികാന എന്നാണ് നിർവചനം. സാധാരണക്കാരാണല്ലോ കൂടുതലും, അതിനർത്ഥം പറഞ്ഞോടെ. അല്ല, സാധാരണക്കാർക്ക് സംശയം, നിങ്ങൾക്ക് സംശയമുള്ളൂ. ഈ സംശയം ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞു. ഈ സംശയം സംശയം ചോദിക്കുന്നത് ഈ എടക്കനാട് പ്രദേശത്തുള്ള നല്ലവരായ മുസ്ലിങ്ങളുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ എന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതേ സമയത്ത് പൊതുജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ, അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഇതെന്താ ഇത് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറബി അറിയുന്നതിനേക്കാൾ
സാധാരണ ഈ മനുഷ്യന്മാരൊക്കെ നിങ്ങളെ വീട്ടിൽ വെച്ച ഉസ്താദം ദ്വാരക്ക് എന്ന് പറയുമ്പോൾ ഓർക്ക് അറിയാം ദ്വാര എന്താ, നിങ്ങൾക്കും അറിയാം. മൃഗങ്ങളെ വീട്ടിൽ വിളിച്ചുണ്ടായിട്ട് ഉസ്താദം ദ്വാരക്ക് എന്ന് പറയുമ്പോൾ എന്താ കുഞ്ഞ ദുആ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറയുന്നില്ല. ആ ദുആ അല്ലാഹുവിനോടെ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് അന്ന് നിങ്ങൾക്ക് ഉത്തരം തന്നത്. മില്ലും പടി നിങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നിട്ടുണ്ടാവും. ഇതാ അപ്പൊ ആ ദ്വാര നാട്ടേക്ക് തർക്കമില്ല. ഇപ്പോഴത്തെ ആ മുസ്ലിങ്ങൾക്ക് വരെ സംശയം. ഇപ്പോഴത്തെ ഹിന്ദുവിനോട് പോലും ദ്വാരക്കാൻ പല പ്രാർത്ഥിക്കാൻ പല ഓൻ എന്താ മാപ്പിളെ പ്രാർത്ഥന എന്ന് ചോദിക്കുന്നില്ല. അതും എല്ലാവർക്കും അറിയാം. പിന്നെ മൂലമാർക്ക് ഇങ്ങനെ മുജാഹിദുകളെ മുഖാമുഖം ഉണ്ടാകുമ്പോൾ മാത്രം ദുആ എന്താ പിടുത്തം കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അറബി മാത്രം പറഞ്ഞത്. ഈ നിർവചനം എന്റെ മകൻ നിങ്ങളെ കിതാബ് നിർവചനം. നിങ്ങളെ കിതാബിൽ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി താഴെയുള്ളവർ മീതയുള്ളവരോട് നേടുന്ന തേട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നു. അത് ഏതാണ് വിനയം, ഏതാണ് ആ ഇസ്തിഖാനത്ത്? അത് ഇബാദത്തിന്റെ വകുപ്പിൽ വരുന്നു. അതേതാ? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ. ഇമാം ബൈദാവി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ഒട്ടുമിക്ക മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും. അപ്പൊ അങ്ങേ അറ്റത്തെ താഴ്മയും വിനയത്തോടും കൂടി തേടുന്ന തേട്ടം, അതാണ് ദുആ എന്ന് പറയുക. ആ ദുആ റബ്ബിനോട് മാത്രം ഉണ്ടാവേണ്ടതാണ്. റബ്ബല്ലാത്ത ആരോടായാലും ശിർക്കാണ്. അത് ഏതാണ് അങ്ങേയറ്റം, ഏതാണ് അഖ്സാ ഗായത്ത്, എപ്പോഴാണ് ഖുദൂഉ, ഏതാണ് ഇസ്തിഖാനത്ത് എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പൊതുപ്രയോഗമാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. അത് ചില പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞു. കത്വലബിൽ ഹിദായ, ഹിദായത്ത് തേടുന്നത് പോലെ, വശിഫാഇൽ അംറാദ്, രോഗശമനത്തിന് ചോദിക്കുന്നത് പോലെ, ആഫിയത്തുൽ ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തെയും ആഫിയത്ത് ചോദിക്കുന്നത് പോലെ, ഇതൊക്കെ റബ്ബിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹിദായത്ത് തേടേണ്ടത് റബ്ബിനോട് മാത്രമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് റബ്ബല്ലാത്തവരെ തേടിയാൽ ഇലാഹാന്ന് വിശ്വസിക്കണമെന്നില്ല. അത് ഖുത്ബിയത്തിൽ തേടുന്നുണ്ട്. നേരത്തെ സുഹൈൽ സലഫി വിശദീകരിച്ചു. ബസ്വിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതകഹു ഫഅൻത മാലികുഹു. താങ്കളൊക്കെ ജീവിച്ച ആ വഴിയിലേക്ക് ശൈഖേ എന്റെ മനസ്സിന് താങ്കൾ വഴി കാണിക്കണമേ. മാത്രമല്ല മംഗലാപുരം സംവാദത്തിൽ എം ടി അബൂബക്കർ ദാരിമിയോട് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന തേട്ടം മുഹിദ്ദീൻ ശൈഖിനോട് നിർവഹിച്ചാൽ എന്താണ് വിധി? ശിർക്കാണോ? ശിർക്കല്ലേ? അദ്ദേഹം പറഞ്ഞു ശിർക്കല്ല, ശിർക്കല്ല, ഒരു സംശയവുമില്ല, ശിർക്കല്ല. മുഹിദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്ന് പറഞ്ഞാലും അത് ശിർക്കല്ല എന്ന് മംഗലാപുരം സംവാദത്തിൽ എം ടി അബൂബക്കർ ദാരിമി പച്ചയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ തേട്ടമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ദുആ, ആ തേട്ടം, ആ സഹായാർത്ഥന. അതേപോലെ രോഗശമനത്തിന് വേണ്ടി, സന്താന ലബ്ധിക്ക് വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി. ഇത് വിശദീകരിക്കുമ്പോഴാണ് മലയാള ഭാഷയിൽ ചിലപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി മറഞ്ഞ വഴി എന്നും കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറം എന്നും ഒക്കെ പ്രയോഗിക്കാറുണ്ട്. അത് മലയാളത്തിലെ വിശദീകരണം മാത്രം. എന്നാൽ ഈ നിലയ്ക്കുള്ള തേട്ടങ്ങൾ അത് റബ്ബിനോടെ ആകാവൂ, റബ്ബല്ലാത്ത ആരോടുമായി കൂടാ. ചില മുസ്ലിം ഉസ്താദുമാർ നമ്മുടെ നാട്ടിൽ പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു. ഇലാഹാന്ന് വിശ്വസിച്ചാലേ ദുആ ആവുള്ളൂ, അപ്പോഴേ ശിർക്കാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ദുആക്ക് നിർവചനം പറഞ്ഞ ആരെങ്കിലും അങ്ങനെ ഒരു നിർവചനം പറഞ്ഞായി ഞങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ദുആക്ക് നിർവചനം പറഞ്ഞ ആരെങ്കിലും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ടോ സ്വയം കഴിവുണ്ട് സമ്മതിച്ചുകൊണ്ടോ തേടലാണ് ദുആ എന്ന് പറഞ്ഞ ഒരാളെപ്പോൾ ഞങ്ങളാരും അന്വേഷണത്തോളം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു നിർവചനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ആണ് ചോദിക്കല്ലോ. അങ്ങനെ മനസ്സിലാക്കും വേണ്ട. നിങ്ങളുടെ കയ്യിൽ അത്തരം ഒരു നിർവചനവും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നത് ശിർക്കല്ല സ്ഥാപിക്കാനാണല്ലോ ഈ നിർവചനം ചോദിക്കുന്നത്. അതുകൊണ്ട് സമ്മതയത്ത് കൽപ്പിക്കാതെ ഇലാഹാന്ന് വിശ്വസിക്കാതെ തേടിയാൽ അത് ദുആ അല്ല, അത് ഇബാദത്തല്ല, അത് ശിർക്കല്ല എന്നാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എങ്കിൽ അങ്ങനെ സമ്മതയത്ത് കൽപ്പിക്കാതെയാണ് തേട്ടമെങ്കിൽ, ഇലാഹാനെ വിശ്വസിക്കാതെയാണ് തേട്ടമെങ്കിൽ ആ തേട്ടം ദുആ അല്ലെന്നും ദുആന്റെ പരിധിയിൽ വരില്ല എന്നും ഒക്കെ വിശദീകരിച്ച ഏതെങ്കിലും ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതുകൂടി പരിഗണിക്കാം. അന്വേഷണത്തോളം കിട്ടിയ ഒരു നിർവചനമാണ് ഇവിടെ പറഞ്ഞത്. സമാനമായ നിർവചനം മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ 5-ാമത്തെ പേജിൽ ഏകദേശം പദപ്രയോഗത്തിൽ ചെറിയ വ്യത്യാസത്തോടു കൂടി 5-ാം വളത്തിൽ ചെറിയ പദപ്രയോഗ വ്യത്യാസത്തോടു കൂടി ഇതേ പദം, ഇതേ പിന്നെ ആശയം അദ്ദേഹം ദുആഇന് തഅരീഫായി കൊണ്ട് മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർഖാത്തിലും രേഖപ്പെടുത്തിയിരുന്നു. ഫൈസൽ മൗലവിയുടെ മറുപടിയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോന്നും എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ പ്രാർത്ഥനയുടെ നിർവചനം ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം പിന്നെ അതിന്റെ മലയാളം താഴെയുള്ളവർ മേലെയുള്ളവരോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് അതിന്റെ മലയാളമായി അദ്ദേഹം പറയുകയും അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ.
ഹിദായത്ത് പോലെ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അള്ളാഹുവിനല്ലാത്ത മറ്റുള്ളവർക്ക് എന്തെങ്കിലും കഴിവ് ഉണ്ട് എന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, ഭാഗികമായി ആ പറഞ്ഞത് ശരിയാണ്. അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങളുണ്ട്, അത് ഒരു സൃഷ്ടിയോടും തേടാൻ പാടില്ല. എന്നാൽ സൃഷ്ടിയോട് സഹായത്തിന് ആവശ്യപ്പെടാവുന്ന വഴികളുണ്ട്, അത് തേടാൻ നിർബന്ധമില്ല, തേടാതിരുന്നാൽ ഖൈറാണ്. ഇപ്പൊ ഈ ചോദിക്കുന്ന സഹായം ചോദിക്കലാണ് നമ്മൾ തമ്മിലുള്ളതൊക്കെ, ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് അനുവദനീയമാണ്. അപ്പൊ സൃഷ്ടികൾ പരസ്പരമുള്ള റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമുള്ള ചില സഹായ സഹകരണങ്ങളുണ്ട്, തആവുൻ അതുണ്ട്. എന്നാൽ റബ്ബിനോട് മാത്രം തേടേണ്ടതുണ്ട്, അതാണ് ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു. ആ സഹായാർത്ഥന ഏതോ അത് റബ്ബിനോടേ പാടുള്ളൂ. ഏറ്റവും ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ. ഇയ്യാക നസ്തഈൻ, പടച്ച റബ്ബേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഏതു സഹായ തേട്ടമാണോ ആ ആയത്തിലുള്ളത്, ആ സഹായ തേട്ടം അത് റബ്ബിനോട് മാത്രം ചെയ്യേണ്ടതാണ്. അത് മറ്റാരോടായാലും ശിർക്കാണ്. നബിയാവട്ടെ, വലിയാവട്ടെ, ഷഹീദാവട്ടെ, സ്വാലിഹാവട്ടെ, അല്ലാത്തവരാകട്ടെ, ജിന്നോ മലക്കോ കല്ലോ മരങ്ങളോ എന്താണെങ്കിലും ശരി, അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടിയാണെങ്കിലും അത് ശിർക്കാണ്, റബ്ബിൽ പങ്കുചേർക്കലാണ്. അതല്ല ഇയ്യാക നസ്തഈനിന്റെ പരിധിയിൽ വരാത്ത പരസ്പരം നമുക്ക് ചോദിക്കാനും പറയാനും ഇടപെടാനും നമുക്ക് അനുവദിക്കപ്പെട്ട മേഖലകൾ, അവിടെ ജാതി മതമൊന്നും വ്യത്യാസമില്ല, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും വ്യത്യാസമില്ല, മനുഷ്യന്മാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിലാവാം. അത് സൃഷ്ടികൾക്ക് സ്വതന്ത്രമായി കഴിവുണ്ടെന്നതല്ല, അത് റബ്ബ് ദുനിയാവിൽ വെച്ച സംവിധാനമാണ്, ദുനിയാവിൽ റബ്ബ് വെച്ച വ്യവസ്ഥയാണ്, സംവിധാനമാണ്. അതാണ് അസ്ബാബുൽ ആദിയ എന്നൊക്കെ ചില പണ്ഡിതന്മാർ അറബിയിൽ പരിചയപ്പെടുത്തിയത്. സാധാരണയായ കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരിക്കുന്നു. ആ നിലക്കുള്ള അസ്ബാബുൽ ആദിയ വഴി നടപ്പാകുന്ന കാര്യങ്ങൾ, അതിന് സബബുമായി ബന്ധപ്പെടാം. സബബ് മുസബ്ബബാത്ത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അത്തരം കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യം നേടാം. അവിടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഹറാമായ വഴിയാണോ അല്ലെ പരിഗണിച്ചാൽ മാത്രം മതി. ഹറാമായ വഴിയാണെങ്കിൽ ചെയ്യാൻ പാടില്ല, അല്ലാത്താണെങ്കിൽ ചെയ്യാം. ഇപ്പൊ മദ്യപിക്കാൻ വേണ്ടി സഹായം തേടുന്നു, പറ്റൂല, ശിർക്കാവൂല, പക്ഷെ ഹറാമാണ്. മോഷ്ടിക്കാൻ പോകാൻ വേണ്ടി ഒരാളെ കൂടെ പിടിക്കാൻ വേണ്ടി സഹായം തേടുന്നു, ശിർക്കാകുന്ന പ്രശ്നമില്ല, അതേസമയം ഹറാമാണ്. അവിടെ ജാതി മതമൊന്നും പ്രശ്നമില്ല. അതേസമയം ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞതിലുള്ള സഹായത്തേട്ടം, അതാണ് ദുആ. ആ ദുആഇനാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതാണ് ഹാഷിയത്തുൽ ബാജൂരി എന്നത്തെ പറഞ്ഞ കിതാബ്, ഹാഷിയത്തുൽ ബാജൂരി. അതിലാണ് ദുആന് നിർവചനമായി അദ്ദേഹം ഈ നിലയ്ക്ക് രേഖപ്പെടുത്തി വെച്ചത്. എന്റെ വക പറഞ്ഞതല്ല എന്ന് ഞാൻ അപ്പൊ തന്നെ ആവർത്തിച്ചു പറഞ്ഞു. അത് ഒന്നുകൂടി ഉറപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രം. അദ്ദേഹം ഇവിടെ അഹ്ലുസുന്നയുടെ വിശദീകരണമായി ദുആയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ വിശദീകരണമാണ് ഞാൻ വായിച്ചത്. അതാണ് നമ്മുടെ വീക്ഷണപ്രകാരം ദുആ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ വിഭാഗത്തിന്റെ പക്കൽ ദുആ എന്ന് പറഞ്ഞാൽ അന്ന ദുആ അല്ലദി ഹുവ ത്വലബു അലാ സബീലി തളർറുഇ വഖില റഫ്ഉൽ ഹാജാത്ത് ഇലാ റഫ്ഇ ദറജാത്ത്. താഴെയുള്ളവൻ മീതെയുള്ളവനോട്, അല്ലെങ്കിൽ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, തളർറോടുകൂടി, ഇസ്തിഗാനത്തോടു കൂടിയൊക്കെ തേടൽ. അതാണ് നേരത്തെ പറഞ്ഞ മിർഖാത്തിൽ മുല്ല അലിയുൽ ഖാരി മറ്റൊരു വാക്കിൽ പറഞ്ഞു ത്വലബുൽ അദ്നാ ബിൽ ഖൗലി മിനൽ അഅ്ലാ ശൈഅൻ അലാ വജ്ഹിൽ ഇസ്തിഗാന. ത്വലബുൽ അദ്നാ മിനൽ അഅ്ലാ ബിൽ ഖൗലി ശൈഅൻ അലാ വജ്ഹിൽ ഇസ്തിഗാന എന്ന് മുല്ല അലിയുൽ ഖാരിയും പറഞ്ഞു. അപ്പൊ അത് പ്രകാരം ഞാൻ നേരത്തെ പറയാൻ കാരണം ഇലാഹ എന്ന് വിശ്വസിച്ചാൽ ദുആ ആവുള്ളൂന്നോ, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ദുആ ആവുള്ളൂവെന്നോ അങ്ങനെ ലോകത്താരും പറഞ്ഞാൽ ഞങ്ങളാരും അന്വേഷണത്തോടും കിട്ടിയിട്ടില്ല. അപ്പൊ ആ തേട്ടങ്ങൾ അപ്പൊ റബ്ബിനോട് മാത്രം തേടേണ്ടതുണ്ടോ? ഉണ്ട്. സൃഷ്ടിയോട് തേടാൻ പറ്റിയതുണ്ടോ? ഉണ്ട്. തേടൽ നിർബന്ധമാണോ? അല്ല. തേടാതിരുന്നാൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു സംഗതിക്കും ഒരാളെയും ആശ്രയിക്കാതെ പോകുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ശിർക്കായത് കൊണ്ടല്ല, ഹറാമായത് കൊണ്ടല്ല. എന്നാൽ സൃഷ്ടികൾക്ക് അങ്ങനെ കഴിവുണ്ട് എന്നാണോ? അല്ല. റബ്ബ് നിശ്ചയിച്ച ഈ കാര്യകാരണ ബന്ധമെന്ന ഈ ഒരു വ്യവസ്ഥ ഈ ലോകത്തുണ്ട്. സബബ് മുസബ്ബബാത്ത്. ആ സബബുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല നടപ്പാക്കുന്ന സംഗതികൾ അത് നമുക്ക് ചെയ്യാം. സബബുകളുമായി ബന്ധപ്പെടാം, കാരണങ്ങളുമായി ബന്ധപ്പെടാം. സബബുകൾക്ക് അതീതമായത് റബ്ബ് മാത്രമാണ് ചെയ്യുന്നത്.
അതാണ് റബ്ബിൽ നിന്ന് കിട്ടുന്നത്. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന എന്ന സൂറത്ത് അംഫാലിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ റാസി റഹിമഹുല്ലാ തഫ്സീറിൽ ഈ സമാനമായ വിശദീകരണം രണ്ട് തരം സഹായങ്ങൾ രണ്ടാക്കി അദ്ദേഹം വേർതിരിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അല്ലാഹു തആലയുടെ സഹായമുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് അതെന്താണ് മാലാ യഹ്സുലു ബി വാസിതതി അസ്ബാബിൽ മഅലൂമത്തിൽ മുഅ്താദ. ഓമിന് പറയാണ് ചപ്പച്ചൻ വാക്യത്തിൽ അബദ്ധമുണ്ടാവും മാറിയിട്ടുണ്ടാവാം, അല്ലാഹു പൊറുക്കട്ടെ. അതായത് അറിയപ്പെട്ട പതിവുള്ള സാധാരണ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന സഹായങ്ങൾ, അതാണ് സൃഷ്ടി മുഅ്മിനീങ്ങളിൽ കിട്ടുന്നത്. അങ്ങനെ ലഭ്യമാകാത്ത സഹായങ്ങൾ അതാണ് റബ്ബിൽ നിന്ന് കിട്ടുന്നത്. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അസ്ബാബുൽ ആദിയ, സാധാരണയുള്ള കാര്യകാരണങ്ങൾ, മുഅ്താദ പതിവുള്ള സാധാരണ കാര്യകാരണങ്ങൾ, അത് വഴിക്ക് ലഭിക്കുന്നത് അതാണ് വിശ്വാസികളിൽ നിന്ന് മുഅ്മിനീങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ. അല്ലാത്തതോ അത് റബ്ബിൽ നിന്ന് കിട്ടുന്നതുമാണ്. ആ രണ്ട് സഹായങ്ങളെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇയ്യാക നസ്തഈൻ, റബ്ബേ എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഏതാണോ റബ്ബിനോട് മാത്രം എന്ന് പറഞ്ഞത് അത് റബ്ബിനോടേ ആകാവൂ. അത് റബ്ബല്ലാത്ത ആരേക്ക് പോയാലും, അവിടെ ഇലാഹാന്ന് വിശ്വസിച്ചാലും ശരി, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലും ശരി, അതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ശരി, റബ്ബിലേക്ക് മാത്രം പോകേണ്ടത്. റബ്ബല്ലാത്ത ആരിലേക്ക് പോയോ അത് അവരോട് ദുആ ചെയ്യലാണ്, അത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അല്ലാഹു റബ്ബിലേക്ക് മാത്രം പോകേണ്ട സഹായങ്ങൾ ഏതൊക്കെയാണ്? അതിൽ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അസ്ബാബുകൾക്ക് അതീതമായി നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴ കിട്ടാൻ കാരണക്കാരനാണ് എന്ന വിശ്വാസത്തോടുകൂടെ നബി തങ്ങളോട് മഴ തരണം എന്ന് ചോദിക്കുന്നു. അത് ശിർക്കാവും. അല്ല, അയാളുടെ വിശ്വാസം അയാളുടെ കാര്യങ്ങളും അന്വേഷണങ്ങൾ പറയേണ്ടത്. എല്ലാവരും ഒരേപോലെ ആവില്ല. ചിലപ്പോൾ അബദ്ധത്തിലുണ്ടാവും, ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരെ വഴുതിട്ടുണ്ടാവും, ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുണ്ടാവും. എല്ലാവരും ഒരേ തരത്തിലല്ല. നബി ആവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ആരാവട്ടെ, റഹ്മാനായ റബ്ബിനോടാണ് മഴ തേടേണ്ടത്. ആ മഴ തേട്ടം ശിർക്കാണെങ്കിൽ ശിർക്കാണ്. ഏത് കുത്തുബിയത്ത് പറഞ്ഞല്ലോ, കുത്തുബിയത്ത് പറഞ്ഞ യാ കുത്തുബാഹ്ലി സമാ വൽ അർളി വൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ എന്ന് പറഞ്ഞ കുത്തുബിയത്തിന്റെ 5-ാമത്തെ വരി. ആ വരി പറഞ്ഞ ആ വകുപ്പാണോ ശിർക്കെന്ന്? അത് നബിയോട് ചോദിച്ചാലും ശിർക്കാണ്, അല്ലാത്തോട് ചോദിച്ചാലും ശിർക്കാണ്. അതല്ല ഒരു സാധു തെറ്റിദ്ധരിച്ച് ചില മൂലമല വയതൊക്കെ കേട്ട് എന്താ ഏതാന്ന് അറിയാതെ ഒരാളോട് പോയി തേടി അതുകൊണ്ട് മാത്രം അയാളെ പേരിൽ നമുക്ക് അങ്ങനെ മുദ്ര കുത്താൻ കഴിയില്ല. എന്നാൽ വിഷയം ശിർക്കാണ് എന്ന് പറയാം. അല്ലാഹു തആല നിശ്ചയിച്ച കാരണങ്ങൾ, വ്യവസ്ഥകൾ, ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒന്ന് അതില്ല. പ്രവാചകൻ വഫാത്തിന് ശേഷം പ്രവാചകൻ നമുക്ക് വേണ്ടി മഴ നൽകുക, അതിലിടപെടുക എന്നൊരു വകുപ്പില്ല. പ്രവാചകൻ വഫാത്തോടു കൂടി പ്രവാചകൻ ഈ ദുനിയാവുമായുള്ള ബന്ധം മുറിഞ്ഞു. പ്രവാചകൻ ബർസഖി ലോകത്താണ്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് സൃഷ്ടികളെ നിയന്ത്രിക്കുകയും അവരെ സഹായം ചെയ്തു കൊടുക്കുകയും അവരെ ആവശ്യം പൂർത്തീകരിക്കുകയും അവർക്ക് മഴ നൽകുകയും ചെയ്യുക എന്ന ഒരു രീതി ഏതായിരുന്നാലും ഇല്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ വാക്കുകൾ, സ്വഹാബിമാർക്ക് ക്ഷാമമുണ്ടായി, വഅന്ന സ്വഹാബ വഖദ് അജ്ദബു മറാത്തിൻ, സ്വഹാബിമാർ പലപ്പോഴും ക്ഷാമമുണ്ടായിട്ടുണ്ട്. ഒരുപാട് വിപത്തുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ വഫാത്തിന് ശേഷം അവരാരും നബിയുടെ ഖബറിൽ വരികയോ മഴയെ തേടുകയോ ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാരണം റബ്ബ് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യകാരണം റബ്ബം ആ വിഷയത്തിൽ നിശ്ചയിച്ചിട്ടില്ല. ഉണ്ടെന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചെന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. നബി നമ്മോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ക്ഷാമമുണ്ടോ പ്രയാസമുണ്ടോ എന്റെ കാലശേഷം എന്റെ ഖബറിലേക്ക് വന്നാൽ മതി, എന്നോട് തേടിയാൽ മതി എന്ന് നബി പറഞ്ഞിട്ടില്ല, റബ്ബും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത കാരണങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചുണ്ടാക്കി പോകുമ്പോൾ അത് ആളുടെ വിശ്വാസപ്രകാരം മാറ്റം വരാം. ഒരാൾ അബദ്ധത്തിൽ അറിയാതെ അയാൾ ആരോ കേട്ട് വിശ്വസിച്ച് അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അയാളെ പറ്റുമറ്റ വാക്കുകൾ അങ്ങനെ പറയാമതല്ല. പൊതുവായി ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് സ്വഹാബത്ത് മഴയെ തേടിയത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് സ്വഹാബികൾ നബി തങ്ങളോട് മഴയെ തേടിയത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇത് നിങ്ങൾ നിഷേധിക്കുന്നു. സ്വഹീഹ് ബുഖാരിയിലുണ്ട്. നബിയോട് ഒന്നും മഴയില്ല, സങ്കടം പറഞ്ഞു. നബി ദുആ ചെയ്തു. നബി ദുആ ചെയ്തു, മഴ പെയ്തു. എനിക്ക് ഇങ്ങോട്ടും തേടാം, എനിക്ക് ഇങ്ങോട്ടും തേടാം.
എനിക്ക് താങ്കോട് തേടാം, ഭയങ്കര ചൂടാ, മഴയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയാം. നിങ്ങൾ പ്രാർത്ഥിച്ചോളി, എന്നോടും പറയാം, എനിക്ക് പ്രാർത്ഥിക്കാം. അത് തെളിവാണത്. സ്വഹീഹ് ബുഖാരി ഉണ്ട്, സ്വഹീഹ് ബുഖാരി ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്വഹീഹ് ബുഖാരി അങ്ങനെ ഇല്ല വിചാരിക്കാം, എന്നാലും ആ സ്വഹാബത്ത് നബിയുടെ വഫാത്തിന് ശേഷം പോയി ചെയ്തോ, അവിടെയാണ് വ്യത്യാസം. ജീവിതകാലത്തുണ്ട് നബി ഖുതുബ നിർവഹിക്കുന്നു. ഖുതുബ നിർവഹിക്കുന്ന ആൾ കയറി വന്ന് നബിയോട് പറഞ്ഞു, നബിയെ ഹലക്കൽ ഇയാൽ, നബി ഇതാ ഒന്നാകെ നശിക്കുകയാണ്, കന്നുകാലികളടക്കം തത്തുപോവുകയാണ്, ആകെ പ്രശ്നമാണ്, മഴയില്ല നബിയെ. നബി ഞങ്ങൾ കൈ ഉയർത്തുന്നു, ദുആ ചെയ്യുന്നു. ഇവിടെ കക്ഷത്തിന്റെ വെള്ള കാണുമാറ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ശക്തമായ മഴ പെയ്തു. ഞങ്ങൾ ജുമുഅ കഴിഞ്ഞ് പോകുമ്പോൾ ചളിയിലൂടെ പോയി എന്ന് സ്വഹാബിമാരെ പറയുന്നു. അടുത്ത ആഴ്ച വന്നിട്ട് നബിയെ മഴ ശക്തമായി, ആകെ വെള്ളപ്പൊക്കമായി, പ്രയാസമാണ് നബിയെ. നബി ഞങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അബ്ബേ ഞങ്ങൾ ചുറ്റുഭാഗത്തിന് മഴ കൊടുക്കണേ, ഞങ്ങൾക്ക് ഇനി മഴ ആവശ്യമില്ല. മഴ നിൽക്കുന്നു. അതേ സ്വഹാബത്ത് നബിയുടെ കാലശേഷം പലപ്പോഴും വിപത്തുണ്ടായി, പ്രയാസമുണ്ടായി, ക്ഷാമമുണ്ടായി. ഏതെങ്കിലും സ്വഹാബി നബി തങ്ങളെ ഖബറിൽ വന്ന് മഴയെ തേടിയോ? ഇല്ല. അതാണ് വ്യത്യാസം. അത് ഇതിനു മാത്രമല്ല, സുഖമില്ലാത്ത ആളുകൾ നബി കണ്ടിട്ടുണ്ട്, നബിയുടെ സങ്കടം പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, മുറിയത്ത് കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സ്വഹാബിമാർ നബിയുടെ വഫാത്തിന് ശേഷം ഖബറിൽ പോയിട്ട് അവിടുത്തെ നേർച്ചപ്പെട്ടിക്ക് 10 ഉറുപ്പിട്ടിട്ട് എന്റെ അസുഖം നബി തങ്ങൾ മാറ്റി തന്നെ വിശ്വസിച്ചോ? ഇല്ല. അവിടെ പോയി ജാറം മൂടിയോ? ഇല്ല. കാരണം ഉണ്ടെങ്കിൽ ജാറം മൂടുക ഇല്ലാത്തതുകൊണ്ട് അവരതിന് പോയിട്ടില്ല. ആ രീതികളാണ് സ്വഹാബത്ത് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ഒന്നുമില്ല ജീവിതകാലത്ത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ചോദിക്കാണ്ടത്, ഒരുപാട് സംഗതി ചോദിക്കാണ്ടത് മാത്രമല്ല, നബി ഇപ്പൊ വരികയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചോദിക്കാം. ഒരു തർക്കം അതിലില്ല, ഒരു തർക്കം നമുക്കില്ല. ഒന്നാം നമ്മൾ ചോദിക്കും, റസൂലേ നിങ്ങളെ മുടിയാൻ 2 മുടി ഇവിടെ ഉണ്ടാകും, നിങ്ങളെ മുടിയാണോ എന്ന് നമ്മൾ ചോദിക്കും. സംശയമൊന്നുമില്ല, എല്ലാം ചോദിക്കാം. നബി ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചോദിക്കാം, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല, ആ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് ആ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഇനി ഞാൻ ഹബീബിനെ വിളിച്ച് നമ്മൾക്ക് കുട്ടികളില്ലാത്തതും നമുക്ക് അസുഖമുള്ളതും മഴയില്ലാത്തതും ബുദ്ധിമുട്ടുള്ളതൊക്കെ പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുമെന്ന് പറയാൻ നമുക്ക് തെളിവില്ല. മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം റസൂലിന്റെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹ ഏകദേശം 50 കൊല്ലത്തിന് താഴെ കണ്ട് ജീവിച്ചവരാണ്. നമ്മളിത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മാത്രം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും വേണ്ടിയാണ്, ഓൾക്കൊക്കെ എവിടെയെങ്കിലും നരമ്പുമ്പോ കൊള്ളും, അതുകൊണ്ട് പറയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആ ഖബറിന്റെ സമീപത്താണ് ആയിഷ ബീവി പിന്നെ താമസിക്കുന്നത്. അതേ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായി, എത്ര പട്ടിണി ഉണ്ടായി. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ആയിഷ ബീവിന്റെ അടക്കമുള്ള നബിയുടെ ഭാര്യമാർക്ക് ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തത്. ആയിഷ ബീവി പറഞ്ഞു, നമുക്കിന്റെ ആവശ്യമില്ല, മുഅ്ജിസത്തുള്ള റസൂൽ ഇവിടെ കിടക്കുന്നുണ്ട്, ഞാനാണ് ഈ വലിയത്വമാണ്, അവിടെ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ രീതി നമുക്കില്ല. അതുകൊണ്ട് തന്നെ അത് പ്രമാണം പഠിപ്പിച്ചതല്ല. അത്തരമൊരു സബബ്, അത്ര ഒരു കാരണം റബ്ബ് നിശ്ചയിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു പഠിപ്പിക്കണം, റസൂല് പഠിപ്പിക്കണം, സ്വഹാബത്ത് അത് മാതൃകയായി സ്വീകരിക്കണം. അതിൽ നമ്മൾ കാണുന്നില്ല. ഏതായിരുന്നാലും മൗലവി പോയതിനു ശേഷം